എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിയൽ വേൾഡ് കേസ് സ്റ്റഡിയാണ് പാണ്ടാസിന്റെ. ഇത് ഓൾറെഡി നമ്മൾ ഒരു റിയൽ വേൾഡ് കേസ് സ്റ്റഡി ഇതിന്റെ 2 വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതൊരു പുതിയൊരു റിയൽ വേൾഡ് കേസ് സ്റ്റഡിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളെ മുന്നത്തെ വീഡിയോയിലുള്ള ബേസിക്കുകളെല്ലാം ഏകദേശം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ റിയൽ വേൾഡ് കേസ് സ്റ്റഡി ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കാം. അതിന് മുന്നായിട്ട് 2 ഡാറ്റ സെറ്റ് നമ്മുടെ ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ 2 ഡാറ്റ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടണതിൻ്റെ ലിങ്ക് കിട്ടണമെന്നുള്ളവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അവിടെ ലോഡാകുന്നുണ്ട്. ഓക്കെ, ആ 2 ലോഡായി. ഇനി നമുക്കറിയാം ഡാറ്റ അനാലിസിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ 2 ലൈബ്രറി പഠിച്ച 2 ലൈബ്രറി ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ട് numbers np import pandas as pdf. ഈ 2 ലൈബ്രറി നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി SNS ഉണ്ട്, അതേപോലെ മാട്രിപ്ലോട്ട്, പൈപ്ലോട്ട് ഉണ്ട്. അത് നമ്മൾ പഠിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഇത് നമ്മൾ ഈ 2 ഡാറ്റ സെറ്റും 2 മൂവീസും അതേപോലെ മൂവീസിൻ്റെ ഡാറ്റ സെറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് ഡയറക്ടേഴ്സിൻ്റെ ഡാറ്റ സെറ്റുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ ഞാൻ പാണ്ടാസിൻ്റെ ഡാറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നു, മൂവീസ് എന്ന് കൊടുക്കാം. ഓക്കെ, മൂവീസ് ഈക്വൽ ടു ആ ഡാറ്റ സെറ്റിനെ നമ്മൾ പാണ്ടാസ് ഡാറ്റ ഫ്രെയിമിലേക്ക് മാറ്റാം. dt.csv ബ്രാക്കറ്റിൽ movies.csv ആക്കി. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഞാൻ മൂവീസ് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഡാറ്റ ഫ്രെയിമിലേക്ക് നമ്മൾ റിയൽ വേൾഡിൽ ഒരു ഡാറ്റ ഫ്രെയിമിലേക്ക് പാണ്ടാസിൻ്റെ ഡാറ്റ ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യലെന്ന് വെച്ചാൽ ആ ഡാറ്റ ഫ്രെയിം ആ ടേബിൾ എങ്ങനെ ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂവീസ് ഹെഡ് അടിക്കും. ആ ടേബിൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡാറ്റകൾ എൻ്റെ കിട്ടിയിട്ടുണ്ട്. ആ ഹെഡ് അടിച്ച് കഴിഞ്ഞാൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പാരന്തസിൻ്റെ ഉള്ളിൽ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ 5 ആദ്യത്തെ 5 ഡാറ്റകൾ വരും. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്? അൺനെയിംഡ്, 0, ID ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, പോപ്പുലാരിറ്റി ഉണ്ട്, റവന്യൂ ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, പിന്നെ ഔട്ട് ഓഫ് ആവറേജ് ഉണ്ട്, ഫോട്ടോ ഓഫ് കൗണ്ട്, ഡയറക്ടർ ID ഉണ്ട്, ഇയർ ഉണ്ട്, മന്ത് ഉണ്ട്, ഡേറ്റ്. ഇത്ര സാധനങ്ങളാണ് ഈ ഡാറ്റകളിൽ ഉള്ളത്. എന്നാൽ ഈ അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇവിടെ അൺനെയിംഡ് ഒരു ഇൻഡെക്സ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്തത് സീറോയിലാക്കണം. അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ കമാൻഡ് യൂസ് ചെയ്യാണ്. മൂവീസ് എന്നുള്ള വേരിയബിളിൻ്റെ അണ്ടറിലാണ് PDF ഡോട്ട്സ് വന്നത്. ഓക്കെ, അപ്പോൾ PD പാണ്ട ഡോട്ട് റീഡ് CSV ബ്രാക്കറ്റിൽ എഴുതാം movies dot CSV index this column equal to 0. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
മൂവീസ് ഒന്ന് കൊടുക്കാം. മൂവീസ് എന്തായി ഐ ഡി മൂവീസ് എന്നുള്ളതിന് ഇൻഡെക്സ് നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ 012. എന്നാൽ നേരത്തേലോ ഇവിടെ ഒരു അഡീഷണൽ 0 ഒക്കെ ഉണ്ടായിരുന്നു ഈ അൺനെയിംഡിൽ, അത് ഒഴിവായി കിട്ടി. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കിയത്, എന്താണോ അതിൻ്റെ നെയിം അത് സീക്വൽ ടു pd.read csv ആ ഫയൽ നെയിം കൊടുത്തു, ടേബിൾ നെയിം കൊടുത്തു, പിന്നെ ഇൻഡെക്സ് കോളം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻഡെക്സിന്റെ ക്ലിയർ ചെയ്ത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡാറ്റ അനാലിസിസ് നമ്മൾ ചെക്ക് ചെയ്യലെന്ന് വെച്ചാൽ ഈ ഡാറ്റ ഈ ടേബിളിന്റെ ഷേപ്പ് എങ്ങനെയുണ്ട്, അതിന് നമുക്ക് ഡോട്ട് ഷേപ്പ് നമ്മൾ പഠിച്ചതാണ്, ഡോട്ട് ഷേപ്പ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ പറയാം 1465 റോസ് ഉണ്ട്, 11 കോളങ്ങളാണ് ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി രണ്ടാമത് ഇവിടെ ഒരു ആദ്യം ഒരു ഇത് ഫസ്റ്റ് ടേബിൾ. ഓക്കെ, ഇതാണ് മൂവീസിന്റെ. ഇനി അതിന്റെ കറസ്പോണ്ട് സെക്കൻഡ് ടേബിൾ പറഞ്ഞാൽ ഇത് ഈ ഡാറ്റ ഡയറക്ടേഴ്സ് ആണ്. അതിന് നമ്മൾ ഡയറക്ടേഴ്സ് എന്നുള്ള ഒരു വേരിയബിളിന്റെ അണ്ടറിൽ എന്താക്കണം, പാൻഡാസിന്റെ ഡയറക്ടേഴ്സിന്റെ അണ്ടറിൽ ഡയറക്ടേഴ്സ് എന്നുള്ളതിന്റെ ഒരു വേരിയബിളിന്റെ അണ്ടറിൽ പാൻഡാസ് ഡാറ്റ ഫ്രെയിം ആക്കി വേണം pd.read c_csv directors.csv sorry data.csv. okay, then comma index column എന്തൊക്കെയാണ് 0 സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഡയറക്ടേഴ്സ് എന്നുള്ള ടേബിൾ നമുക്ക് നോക്കാം. അപ്പൊ രണ്ട് ഇൻഡെക്സ് 0 ആക്കി എന്തിനാ വെച്ചാല് നമുക്ക് ഈ ഇൻഡെക്സിൽ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ILOC ഒക്കെ പ്രകാരം നമുക്ക് ജോയിൻ ഒക്കെ ചെയ്യാം. അത് രണ്ടും സെയിം ആണെങ്കിൽ ആ ജോയിൻ ഒക്കെ കറക്റ്റ് നടക്കും. ആ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടിനും ഇൻഡെക്സ് ഒക്കെ സെയിം ആക്കിയത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഡയറക്റ്റ് ഇതിപ്പോ ടോട്ടലായിട്ട് കിട്ടി. അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ആദ്യം ഹെഡ് മാത്രമാണ് നോക്കല്. അപ്പോൾ 5 കിട്ടി. അപ്പോൾ ഇതിൽ ഏതൊക്കെയുണ്ട്, ഡയറക്ടർ നെയിം, ID, എൻട്രി, ഈ മൂന്ന് അതിന്റെ ഷേപ്പ് കാട്ടും. ഡയറക്ടർ ഷേപ്പ് അറിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഒരു ടേബിളിനെ കുറിച്ചാണ്. 2349 റോസും 3 കോളംസും ആണ് ഉള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂവീസ് എന്നുള്ള ടേബിളില്ലേ, മൂവീസ് ടേബിളിൽ എന്തുണ്ട്, ഡയറക്ടർ 2 ടേബിൾ ഉണ്ടല്ലോ, അതില് മൂവീസ് എന്നുള്ള ടേബിൾ ഇത് നമ്മൾ എന്താക്കണേ ഹെഡ് കൊടുക്കട്ടോ ഈസിനെസ്. അപ്പം ഡയറക്ടർ ID ഉണ്ട്. ഈ ഡയറക്ടർ ID അതേപോലെ മൂവീസ് എന്നുള്ള ടേബിളിൽ ഡയറക്ടർ ID ഉണ്ട്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഡയറക്ടർ ID, നമ്മളെ ഡയറക്ടർ ടേബിൾസിലും ഡയറക്ടർ ID ഉണ്ട്. ഓക്കെ, അപ്പൊ ആ യുണീക്ക് ഡയറക്ടർ ID മൂവീസിൽ എത്ര ഉണ്ട് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു അനാലിസിസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഒരു ഐഡിയ, ഇപ്പൊ ഞാൻ ഇതിലിപ്പോ ID ഉണ്ട്, അപ്പോൾ ഇവിടെയും ID ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ 2 IDകൾ യുണീക്ക് ആയിട്ടുള്ള കണ്ടുപിടിച്ചാൽ അതിനെ വേണമെങ്കിൽ ഇന്നർ ജോയിനോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അത് നമ്മളെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് നമുക്ക് ഓരോ ഐഡിയകൾ വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്താൽ മതി. അതിന് നമുക്ക് എന്താക്കിയാൽ മതി, മൂവീസ് ഡോട്ട് എൻ യുണീക്ക് എന്ന് കൊടുത്താൽ മതി കേട്ടോ. എൻ യുണീക്ക്
മൂവീസ് ഡോട്ട് എൻ യൂണിക് അല്ല, മൂവീസ് ഡോട്ട് നമ്പർ ഡയറക്ടർ ഐ ഡി അല്ലേ നമുക്ക് വേണ്ടി. മൂവീസ് കോളൻ നെയിം ചെയ്ത ഡയറക്ടർ ഐ ഡി ഡോട്ട് എൻ യൂണിക്. അപ്പോൾ 199 ഡയറക്ടേഴ്സ് യൂണീക്കായ മൂവീസിൽ ഡയറക്ടർ ഐ ഡി ഉണ്ട്. അതേപോലെ തന്നെ മൂവീസിന് പകരം വേണ്ട, ഡയറക്ടർ നമുക്ക് ഐ ഡി അല്ലേ ഉള്ളത്, അതിൽ ഐ ഡി ഡോട്ട് എൻ യൂണീക്ക്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിൽ എൻ യൂണീക്ക് ആയിട്ട് 2300 നടക്കുന്നു. അപ്പോൾ ഡയറക്ടറിലുള്ളത് എല്ലാം യൂണീക്ക് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന ഈ മൂവീസിലുള്ള ഡയറക്ടർ ഐ ഡി എല്ലാം ഈ ഡയറക്ടർ ഡോട്ട് ഐ ഡിയിലുണ്ടോയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെ എഴുതിയാൽ മൂവീസ് ഇതിൽ ഡയറക്ടർ ഐ ഡി കോളൻ നെയിം ഡയറക്ടർ ഐ ഡി ഇവിടെ ഉണ്ട്. ഐ ഡി ഡോട്ട് ഈസിൻ എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഈസിൻ പാരന്റസ് ഓപ്പൺ ചെയ്യാൻ ഡയറക്ടർ ഡോട്ട് ഐ ഡി. അപ്പോൾ ഇനി ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതപ്പോൾ നമുക്ക് കിട്ടും. ഇതെല്ലാം ട്രൂ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് ട്രൂ വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇതിപ്പോൾ എല്ലാം കാണാൻ കഴിയില്ലല്ലോ. അതിന് പകരം നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. എല്ലാം ഉണ്ടോ എന്ന് അറിയാൻ മൂവീസിലെ എല്ലാ ഡാറ്റ ഐ ഡിയും ഡയറക്ടർ ഡോട്ട് ഐ ഡി എന്നുള്ള കുളത്തിലുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മളതുപോലെ കോപ്പി ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ മുന്നായിട്ട് ഞാൻ എന്താക്കുന്നത്, np ഡോട്ട് ആൾ കൊടുക്കുന്നു. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ആ ബ്രാക്കറ്റിലൂടെ ക്ലോസ് ചെയ്യുന്നു. np എന്ന നമ്പറിലെ ആൾ എന്നുള്ള ഫംഗ്ഷനെ യൂസ് ചെയ്യണം. അപ്പോൾ ട്രൂ. അപ്പോൾ എല്ലാ മൂവിയിലുള്ള ഡയറക്ടർ ഐ ഡിയും ഈ ഡയറക്ടർ എന്നുള്ളതിൽ ഐ ഡി ആയിട്ടും ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഞാൻ എന്താ പോകുന്നത്, എനിക്ക് ഇതൊന്ന് ഇനി ഞാൻ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പോകാം. ഓക്കെ, ഈ രണ്ട് ടേബിൾ, ഏത് മൂവീസ് എന്നുള്ള ടേബിളും ഡയറക്ടർ എന്നുള്ള ടേബിൾ തമ്മിൽ കോമൺ ആയ ഡയറക്ടർ ഐ ഡിയും ഐ ഡിയസും ഇല്ലേ, അത് തമ്മിൽ വെച്ചിട്ട് ഞാൻ എന്താക്കാം, ജോയിൻ ചെയ്യിപ്പിക്കാൻ പോവാം. അതിനുവേണ്ടി അതിനെ ഞാനൊരു പുതിയൊരു ഡാറ്റ ഫ്രെയിമിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഡാറ്റ എന്ന് അതിൻ്റെ പേര് കൊടുക്കുന്നത്, വേരിയബിൾ നെയിം. ദെൻ മൂവീസ് ഡോട്ട് മെർജ് ഡയറക്ടർ മൂവീസ് ഡോട്ട് മെർജ്. മൂവീസ് എന്നുള്ള ടേബിളിനെ മെർജ് ചെയ്യുന്നു. ഏത് ടേബിളായിട്ട്? ഡയറക്ടർ എന്നുള്ള ടേബിളായിട്ട് മെർജ് ചെയ്യുന്നു. ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെ മെർജ് ചെയ്യുന്നതാണ്. ഹൗ ലെഫ്റ്റ് മെർജിങ് മതി. ലെഫ്റ്റ് മെർജ് ആകുമ്പോൾ ലെഫ്റ്റ് ടേബിളിൽ മൂവീസ് ആണ്, അപ്പോൾ അതിലുള്ള എല്ലാ കോളങ്ങളും വരും. അതിന് പുറമായിട്ട് റൈറ്റ് ടേബിളിലെ കോമൺ ടേബിളും വരും. ഇനി നമ്മൾ എങ്ങനെ ലെഫ്റ്റ് അപ്പോൾ ഇനി നമ്മൾ ഏത് കീ തമ്മിലാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഓൺ എന്ത് കൊടുക്കും, ഡയറക്ടർ എന്ന് കൊടുക്കുക. കാരണം ഡയറക്ടർ ഐ ഡി ആണ് ലെഫ്റ്റ് ടേബിൾ വരുന്നത്.
രണ്ടും കോമൺ ആണെങ്കിൽ ലെഫ്റ്റ് ഓൺ എന്ന് വേണ്ട, ഓൺ മാത്രം കൊടുത്താൽ മതി. ഇനി ഇവിടെ റൈറ്റ് ഓൺ ID ആണ് കേട്ടോ. റൈറ്റ് ഓൺ ID കൊടുത്തു. ഓക്കെ, എന്നിട്ട് റൺ ചെയ്ത് നോക്കണം. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഡാറ്റ ഒന്ന് കാണാം, അതായത് ജോയിൻ ചെയ്ത ഡാറ്റ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജോയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡയറക്റ്റ് ID ഇവിടെ ഉണ്ട്, പിന്നെ ID ഇതവിടെ. ഓക്കെ, അതിലിവിടെ IDY എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. ഓക്കെ, സെയിം അല്ലേ? അപ്പോൾ ജോയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ID ഒന്നും ഇല്ലല്ലോ. IDX ഉണ്ട്, IDX ഉണ്ട്, IDY ഉണ്ട്. രണ്ട് ID ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, IDX IDY. അപ്പോൾ അത് എന്തായിട്ടുണ്ടെന്ന് വെച്ചാൽ അത് IDX-ഉം ഇത് രണ്ടും സെയിം തന്നെയല്ലേ? IDY എന്ന് പറഞ്ഞാൽ IDY ഈസ് ഈക്വൽ ടു IDX 43,590. IDY IDY 4765 അല്ലേ? ഓക്കെ, ഡയറക്റ്റ് ID 4762. അപ്പോൾ ഇത് IDY-യും ഡയറക്റ്റ് ID 4762, IDY 4267. ഓക്കെ, അപ്പോൾ രണ്ടും കോമൺ ആണ്. ദെൻ ഇതിന് പുറമെ നമുക്ക് എന്തുണ്ട്? IDX ഉണ്ട് ഇല്ലേ? IDX ഉണ്ട്, IDX 43,590. വെറും ID ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഈ ഡയറക്ടർ ഐഡിയും IDY-ന് ഞാൻ എന്താക്കാൻ ഡ്രോപ്പ് ചെയ്യാൻ പോകും. ആ കോളം രണ്ടും എനിക്ക് വേണ്ട, അത് നമുക്ക് അനാലിസിസിന് ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് പാരന്റസ് ടൈപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കോളംസ് നെയിം ഏതൊക്കെയാണോ അത് ചെയ്ത ഡയറക്ടർ അണ്ടർസ്കോർ ID കോമ IDX അല്ല ID അണ്ടർസ്കോർ Y കോമ axis 1 ആണ് കോളം, axis 1 കോമ implies true. data dot head അപ്പോൾ IDX മാത്രമേ ഉള്ളൂ, മറ്റേതെല്ലാം പോയിട്ടുണ്ട്. ഓക്കെ, ഡയറക്ടറിന് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു, അപ്പോൾ ഞാൻ അത് രണ്ടും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഷീൻ ചെയ്യുന്ന നമുക്ക് മെയില് ജെൻഡർ എന്നുള്ളത് എന്തുണ്ട്, ജെൻഡറിൽ മെയിലും ഫീമെയിലും ഉണ്ടല്ലേ? അപ്പൊ അതിനെ ഞാൻ എൻകോഡ് ചെയ്യാൻ പോവാം. 0 1 മെയിലാണെങ്കിൽ 0 കൊടുക്കും, ഫീമെയിൽ ആണ് 1.
അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഡെഫ് എൻകോഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു കേട്ടോ. എൻകോഡ്. ഓക്കെ, ഏതിനാണ് എൻകോഡ് ചെയ്യുന്നത്? ഡാറ്റ. ഇനി ഇതിൻ്റെ എങ്ങനെ എൻകോഡ് ചെയ്യുന്നത്? ഈ ഡാറ്റ ഈക്വൽ മെയിലാണെങ്കിൽ എന്ത് വരണം? റിട്ടേൺ 0, അല്ലെങ്കിലോ എൽസ് റിട്ടേൺ എന്നിട്ട് ഞാൻ ഈ ഡാറ്റനെ ഈ ഫംഗ്ഷന് ഞാൻ റൺ ചെയ്ത്, എന്നിട്ട് ഈ റൺ ചെയ്ത ഫംഗ്ഷന് ഞാൻ എന്താക്കാണ്? നമ്മളെ ഡാറ്റയിലേക്ക് അപ്ലൈ ചെയ്യാം. ഡാറ്റ ജെൻഡർ എന്നുള്ളത് എന്താണ്? ഡാറ്റ ജെൻഡർ ഡോട്ട് അപ്ലൈ എൻകോഡ് അപ്ലൈ ചെയ്ത് ഈ സാധനം ഇവിടെ വരണ്ടേ, ജെൻഡറിന്റെ അപ്പുറത്ത്. ഓക്കെ, പോക്കാം. ഡാറ്റ ജെൻഡർ ഈക്വൽ ടു ആണ് തെറ്റ്. ഓക്കെ, അപ്പോൾ ശരിയായിട്ടുണ്ട്. ഡാറ്റ എൻ്റർ അടിച്ചു നോക്കാം. ഓക്കെ, ഡാറ്റ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മെയിൽസും ഫീമെയിലും എന്തായിട്ടുണ്ടെന്ന് നോക്കാം. അല്ല, ഇവിടെ മെയിലിലൊക്കെ 0 വന്ന് ഫീമെയിലുള്ളത് 1 ആയി. ഇനി അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയില്ലേ കൗണ്ട് എടുത്താൽ മതി. എത്ര മെയില് ഡയറക്ടർ ഉണ്ട്, എത്ര ഫീമെയിൽ ഡയറക്ടർ ഉണ്ട് എന്നൊക്കെ അറിയാം. ഓക്കെ, നമുക്ക് റവന്യൂ ഉണ്ട് ഇല്ലേ? ഇതാണ് റവന്യൂ. ഓക്കെ, റവന്യൂന്റെ സം ഒന്ന് കണ്ടുനോക്കാം നമുക്ക്. പിന്നെ ബഡ്ജറ്റാണ്. ഈ രണ്ടിൻ്റെ സമ്മ് കണ്ട ടോട്ടൽ സം. അതിന് വേണ്ടിയിട്ട് അതാണ് ഇനി നെക്സ്റ്റ് ഞാൻ കാണുന്നത്. ഡാറ്റ അണ്ടർസ്കോർ റവന്യൂ കോമ ബഡ്ജറ്റ് ഡോട്ട് അപ്ലൈ np dot sum. ഓക്കെ, അപ്പൊ റവന്യൂവിന്റെ സം ഇത്രയാണ് ഇവിടെ കിട്ടി, മറ്റേ ബഡ്ജറ്റിന്റെ എത്രയാണ് കിട്ടി. ഇത് ടോട്ടൽ സം ആണ് കിട്ടിയത്. ഓക്കെ, ഈ സം നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? കോളം ബേസിലാണ് കണ്ടുപിടിച്ചത്. ഇനി റവന്യൂന്റെ ഇതിന്റെ സം നമുക്ക് എന്താക്കാം? റോ ബേസിൽ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട, ഇതിന്
പുറമെ എന്താക്കിയാൽ മതി, ഒരു കോമ ഇട്ടിട്ട് ആക്സിസ് 1 കൊടുത്താൽ മതി. അപ്പം കോളം വൈസിൽ റവന്യൂ, ഒന്നാമത്തെ റവന്യൂന്റെ അഥവാ ഈ റവന്യൂ ബഡ്ജറ്റും അല്ലെ, റവന്യൂ ബഡ്ജറ്റും തമ്മിലുള്ള സമ്മാണ് നമുക്ക് ഫസ്റ്റ് റോല് കിട്ടിയത്. ആ രീതിയിൽ നമുക്ക് അത് കണ്ടുപിടിക്കാം. ഇനി എനിക്ക് കാണേണ്ടത് പ്രോഫിറ്റ് കാണണം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റവന്യൂ മൈനസ് ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിൽ. ഞാൻ ഈ സിംപ്ലിനെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചതാണ്. ഇതാണ് ഡെഫ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഡെഫ് പ്രോഫിറ്റ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? റിട്ടേൺ എക്സ് റവന്യൂ മൈനസ് എക്സ് ബഡ്ജറ്റ്. പിന്നെ ഡാറ്റ പ്രോഫിറ്റ് കിട്ടും, ഡാറ്റ റവന്യൂ പ്ലസ് റവന്യൂ അപ്ലൈ ഡോട്ട് പ്രോഫിറ്റ്. ഈ ഫംഗ്ഷൻ കൂടെ അപ്ലൈ ചെയ്ത് ആക്സസ് വേണം റോ ബേസിൽ. ഈ ഡാറ്റ ഡോട്ട് ഹെഡ് എടുക്കുക. ഡാറ്റ ഡോട്ട് ഹെഡ് അപ്പൊ നമുക്ക് പ്രോഫിറ്റിനുള്ള സംഭവം കിട്ടിയിട്ടുണ്ടാവും. പ്രോഫിറ്റ് ഉണ്ടല്ലേ. അപ്പൊ പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് ഡാറ്റ ഡയറക്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇപ്പൊ വീഡിയോ ഇപ്പൊ ഏകദേശം നല്ല നീണ്ടു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി.